ആലപ്പുഴ ജില്ലയിൽ ഈ അടുത്തിടയ്ക്കാണ് CPMലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ബിപിൻ സി ബാബു BJPയിലേക്ക് രംഗപ്രവേശനം നടത്തിയത്. പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരും അങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്ന് പലരും BJPയിലേക്ക് രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട്. ഇത് BJPയെ സംബന്ധിച്ച് കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെയും മറ്റിതര പാർട്ടികളുടെയും നേതാക്കന്മാരെ BJPയിലേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ജനാധിപത്യത്തിന് പുറത്ത് പണാധിപത്യത്തിൻ്റെ കരുത്തുപയോഗിക്കുന്ന പാർട്ടിയാണ് BJP എന്ന ആരോപണം വരെയുള്ള ഒരു പ്രസ്ഥാനമാണ് BJP. അതേ തന്ത്രം തന്നെ കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന BJPയെ സംബന്ധിച്ച് ഇപ്പോൾ BJPക്ക് അനുകൂലമായ ഒരു വാർത്തയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഉയർന്നു വരുന്നത്. തൃശ്ശൂർ നഗരസഭയുടെ മേയറായ MK വർഗീസ് BJPയുമായി വലിയ ബന്ധം കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതല്ല എങ്കിൽ അദ്ദേഹം പറയുന്നത് പോലെ രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളെയും നേതാക്കന്മാരെയും സ്നേഹിക്കുന്ന ഒരു രീതിയും സ്വഭാവവും അദ്ദേഹത്തിനുള്ളത് CPMനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ MK വർഗീസിന് കേക്ക് സമ്മാനിച്ചുകൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അദ്ദേഹത്തെ കാണാനെത്തിയതും അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തിയതും അവർ തമ്മിലുള്ള സംഭാഷണങ്ങളുമെല്ലാം വലിയ രീതിയിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിലും കേരള രാഷ്ട്രീയത്തിലുമൊക്കെ ചർച്ചയായിരിക്കുകയാണ്. CPMൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, CPM തൃശ്ശൂർ നഗരസഭാ മേയർ MK വർഗീസ് എന്തിനാണ് BJPയുമായി വലിയ ബന്ധവും BJPയുമായി വലിയ സൗഹൃദമൊക്കെ കാത്തു സൂക്ഷിക്കുന്നതെന്ന ചോദ്യം ഇടതുപക്ഷ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ഉയർത്തുമ്പോൾ VS സുനിൽകുമാറും അതേ ചോദ്യം തന്നെയാണ് ഉയർത്തുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ പാർട്ടിക്ക് വിരുദ്ധമായി പ്രവർത്തി ചെയ്യുന്ന MK വർഗീസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നില്ല? ഈ ചോദ്യത്തിനൊക്കെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിക്കുകയായിരുന്നു MK വർഗീസ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഒരു സ്നേഹ സന്ദേശമായി വന്നു എന്നെനിക്കിപ്പോൾ പക്ഷേ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീ സുനിൽകുമാർ. അപ്പോൾ സുനിൽകുമാറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താ, ഉള്ളൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ, ഉള്ളേരിയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി ചായ കുടിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം ഭക്ഷണം കഴിച്ചു വരാൻ ഉള്ള ഒരു ബന്ധം അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി വേറെ വല്ല വിഷയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ അന്തിക്കാട്ടുള്ള സുനിൽകുമാറിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ രണ്ട് കാലം മന്തുള്ള ആളാണ് ഈ വഴിക്ക് ഇതേ ഒരു മന്ദൻ പോകുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് യോജിക്കുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം ആദ്യം തന്നെ അത് തെളിയിക്കട്ടെ, അങ്ങനെ ഞാൻ പോയിട്ടില്ല എന്ന് അദ്ദേഹം പറയട്ടെ. ഞാൻ അങ്ങനെ ഒരു സംരംഭത്തിൽ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അത് ആവശ്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി അത് ബോധ്യപ്പെടുത്തണം എന്നൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ CPMൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ CPMൻ്റെ കൂടെ നിൽക്കുന്ന എന്നെ ഇതുപോലെയുള്ള ബാലിശമായ കാര്യങ്ങൾ ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് പല പ്രാവശ്യമായി എന്താണാവോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ പോയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ സുരേന്ദ്രൻ്റെ ഉള്ളേരിയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോവുകയും അവിടെ എന്തിനു പോയി എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തണം. ഒപ്പം തന്നെ എന്തിന് സുരേന്ദ്രൻ ഈ പറയുന്ന അന്ത്യക്കാടുള്ള സുനിൽകുമാറിൻ്റെ വയസ്സിൽ എന്തിനു പോയി അതും അദ്ദേഹം ബോധ്യപ്പെടുത്തട്ടെ, എന്താണെന്ന് ബോധ്യപ്പെടുത്തട്ടെ. അപ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സുഹൃത്ത് ബന്ധം നിലനിർത്താൻ വീട്ടിലേക്ക് പോയി ഇതുപോലെ തന്നെ ചായ കൊടുക്കും, ഭക്ഷണം കൊടുക്കാമെങ്കിൽ ഒരു ബന്ധം ഒരു സുഹൃത്തുമല്ലാത്ത എൻ്റെ വീട്ടിലേക്ക് ഒരു ആൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ലോകരക്ഷകൻ വരുന്ന ആ ദിവസം അദ്ദേഹം ഒരു കേക്ക് കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് തന്നത് ഇത്ര വലിയ പ്രശ്നമാണോ? ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം വേറെ എന്തോ അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MK വർഗീസ് ഉന്നയിക്കുന്ന ഒരു വിഷയം, ഞാൻ K സുരേന്ദ്രനെ കണ്ടുവെങ്കിൽ സുരേന്ദ്രൻ കാപ്പി മേടിച്ചു കുടിച്ചത് VS സുനിൽകുമാറിൻ്റെ വീട്ടിൽ നിന്നാണ്. അതിനോട് എന്താണ് അദ്ദേഹത്തിൻ്റെ മറുപടി? VS സുനിൽകുമാറിന് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തോടുള്ള കണ്ണുകടിയാണ് ഇത്തരത്തിലുള്ള ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് MK വർഗീസ് പറയുന്നു. ഇതേ വിഷയത്തിൽ MK വർഗീസിനെ അനുകൂലിച്ചുകൊണ്ട് സുരേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ഇടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ സുരേഷ് ഗോപിയോട് തോറ്റതിൻ്റെ ചുരുക്ക് ഇനിയും എൻ്റെ സുഹൃത്ത് VS സുനിൽകുമാറിന് തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു പുതിയ പ്രതികരണം കാണുമ്പോൾ. ഈ ക്രിസ്മസ് കാലത്ത് ഒട്ടേറെ സമുദായ നേതാക്കളെയും ബിഷപ്പുമാരെയും ഞാൻ പോയി കാണുകയും കേക്ക് നൽകുകയും ആശംസകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ആരും രാഷ്ട്രീയം കണ്ടില്ല, കാണാനുമാവില്ല. ആളുകളെ കാണുകയും ചായ കുടിക്കുകയും ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അദ്ദേഹവും ആ തെറ്റ് ചെയ്തിട്ടുണ്ട് താനും. സുനിൽകുമാറിൻ്റെ അന്തിക്കാട്ടെ വസതിയിൽ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹം എന്നെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. നല്ല കടുപ്പമുള്ള ചായയും കടികളും തന്നിട്ടുണ്ട്.
എൻ്റെ ഉള്ളിയേരിയിലെ വീട്ടിൽ അദ്ദേഹവും വന്നിട്ടുണ്ട്. നിലപാടുകൾ വേറെ, സൗഹൃദങ്ങൾ വേറെ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സുനിൽ എന്നും എൻ്റെ നല്ലൊരു സുഹൃത്ത് തന്നെ. ഒരു പരിഹാസ രൂപേണയാണ് കെ സുരേന്ദ്രൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കെ സുരേന്ദ്രൻ ഉയർത്തിയ അതേ വാദം തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എം കെ വർഗീസും ഉയർത്തിയിരിക്കുന്നത്. കെ സുരേന്ദ്രൻ്റെ വീട്ടിലേക്ക് വി എസ് സുനിൽകുമാറിന് പോകാനും ചായ കുടിക്കുവാനും സൽക്കാരം സ്വീകരിക്കുവാനും സാധിക്കുന്നുവെങ്കിൽ, കെ സുരേന്ദ്രനെ വീട്ടിലേക്ക് ക്ഷണിച്ച് ചായയും കടിയും നൽകുവാൻ സാധിക്കുന്നുവെങ്കിൽ തനിക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന ചോദ്യമാണ് എം കെ വർഗീസ് ഉയർത്തുന്നത്. എന്തായാലും ക്രിസ്മസ് സന്ദേശം നൽകാനെത്തിയതും കേക്ക് പങ്കുവച്ചതുമെല്ലാം കേരള രാഷ്ട്രീയത്തിലും ഇടതുപക്ഷത്തിലുമൊക്കെ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്.